അതിന് മുന്നാണ് വീഡിയോ എടുക്കണം. അപ്പോൾ ഓക്കെ, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നിപ്പോൾ നമ്മൾ യാത്ര ചെയ്യുന്നത് തൃശ്ശൂരിലേക്കാണ്. തൃശ്ശൂർ പാലക്കാടാണ്. അപ്പോൾ തൃശ്ശൂരാണ് ഇപ്പോൾ നമ്മൾ പോകണത്. അപ്പോൾ നമ്മൾ മീനും കൊണ്ടാണ്, ഉണക്കമീനാണ് എന്നത് ഓട്ടം. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീഡിയോക്കാണ് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമ്മുടെ തൃശ്ശൂർ എത്തി, വാണിയമ്പാറ ഭാഗത്തേക്കൊക്കെ എത്തി. വാണിയമ്പാറ, തൃശ്ശൂർ, അങ്ങനെയൊക്കെയാണ് നമ്മൾ ഇവിടെ പറയുക. വാണിയമ്പാറ സൈറ്റൊക്കെയാണിത്. അപ്പോൾ നമ്മൾ ഇനി പോണത് വാണിയമ്പാറ, നമ്മൾ മണ്ണുത്തി വഴിയാണ് നമ്മൾ പോണത്. കുതിരാനാണ് അടുത്ത്. കുതിരാൻ, വാണിയമ്പാറ കഴിഞ്ഞാൽ നമ്മൾ അടുത്ത് നമ്മൾ കുതിരാനാണ്. കുതിരാൻ വഴിയാണ് നമ്മൾ പോണത്. അപ്പോൾ കുതിരാൻ, അത് കഴിഞ്ഞാൽ നമ്മൾ മണ്ണുത്തി കഴിഞ്ഞാൽ നേരെ മണ്ണുത്തി ടൗണിൽ നിന്ന് നമുക്ക് നേരെ റൈറ്റ് അടിച്ച് സർവീസ് റോഡിലേക്ക് ഇറങ്ങി നമ്മൾ റൈറ്റ് അടിച്ച് പോകും. അതാണ് വാണിയമ്പാറ. ഇതാണ് വാണിയമ്പാറ ടൗണ്. നമ്മളെ പറയണ വാണിയമ്പാറ, ഇതാണ് വാണിയമ്പാറ. ഇതാണ് കാണുന്നത് നമ്മുടെ വാണിയമ്പാറയാണ്. ഇത് വാണിയമ്പാറ JP സ്കൂള്. ഇവിടെ കൊച്ചി 92 കിലോമീറ്റർ, 192 കിലോമീറ്ററാണ് നമുക്ക് ഇനി ഉള്ളത്. ഇവിടെ കാണിക്കുന്ന ബോർഡിൽ കൊച്ചി. അപ്പോൾ നമ്മൾ പോണത് ഇവിടേക്കാണ്, എന്താ തൃശ്ശൂരിലേക്കാണ്. അപ്പോൾ തൃശ്ശൂർ, വാണിയമ്പാറ അങ്ങനെ പോവുകയാണ്. അപ്പോൾ വിശേഷങ്ങളൊക്കെ അങ്ങനെയാണ്. അപ്പോൾ എന്താ പറയുക, അപ്പോൾ നമ്മളെ എല്ലാവരും നമ്മുടെ വീഡിയോ ഒക്കെ ഒന്ന് കാണാം. ലൈക്കൊക്കെ ആരെങ്കിലുമൊക്കെ സപ്പോർട്ട് ചെയ്ത് നമുക്ക് ലൈക്കൊക്കെ തരാം. ഫോണിലെടുക്കണത് ക്ലിയർ ഇല്ല. നമ്മുടെ സാധാ നോർമൽ ഫോണായത് കാരണം വലിയ ക്ലിയർ കുഴപ്പമാണ്. അതുകൊണ്ടാണ്. അപ്പോൾ നമ്മളെല്ലാവരും ഒന്ന് നമ്മളെ സഹകരിക്കുക. വീഡിയോ എത്ര കിട്ടുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിപ്പോൾ വാണിയമ്പാറ ഭാഗത്തുനിന്നൊക്കെ വന്നു. ഒരു കാര്യമില്ല. അപ്പോൾ നമുക്ക് വീഡിയോ ഒക്കെ ഒന്ന് ക്ലിയറാക്കി എടുക്കണം എന്നൊക്കെ ആഗ്രഹങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഫോണൊക്കെ വാങ്ങണം എന്നൊക്കെ വിചാരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ അടുത്തൊരു ദിവസമായിട്ട് നമുക്ക് നോക്കണം. അപ്പോൾ അതൊക്കെയാണ്. ഇത് നമ്മുടെ വാണിയമ്പാറയിലെ പള്ളി കേട്ടോ. ഇത് വാണിയമ്പാറയിൽ നമ്മളെ വലിയ പള്ളിയാണ്, നല്ല ഇതുള്ള പള്ളിയാണ്. അത് ഭക്തി എന്താ വെച്ചാൽ എല്ലാവരും ഉള്ള ആൾ. കൊമ്പോഴം നമ്മൾ കുറച്ച് കൂടുതൽ നമ്മൾ ചായ കുടിക്കുന്ന സ്ഥലമാണ് ഇവിടെ. വന്നിട്ട് ഒരു 200 മീറ്റർ അപ്പുറത്ത് നമ്മൾ ഒരു കടയുണ്ട്, ചായക്കട. അപ്പോൾ അവിടെ നമ്മൾ വലിയ വണ്ടിയിലൊക്കെ ഞാൻ ഓടുന്ന സമയത്ത് ചായയും കാര്യങ്ങളൊക്കെ കുടിക്കണത് ഞാൻ അപ്പോൾ കാണിച്ചു തരാം. അത് നോക്കിയാൽ ഈ കടയിൽ നിന്ന് നമ്മൾ ഫുഡൊക്കെ കഴിക്കുക. കൂടുതൽ ഫുഡ് ചായയൊക്കെ കഴിക്കുന്നത് നമ്മൾ ഇവിടെ നിന്നാണ്. കണ്ട അതാണ് നമ്മൾ പറഞ്ഞ കട. ഇതാണ് കട. അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ ചായ കുടിക്കൽ. പിന്നെ അങ്ങനെ നമ്മൾ പോവും. അങ്ങനെ നമ്മൾ പോയി അങ്ങനെയൊക്കെ ഇവിടെ കുതിരാൻ കഴിഞ്ഞ് നമ്മുടെ കുതിരാൻ ടോള്. ഇതാണ് നമ്മുടെ കുതിരാൻ ടോള്. അവിടെ ഞാൻ വീഡിയോ എടുക്കുന്നുണ്ട്. നമ്മൾ വീഡിയോ ചെയ്തിട്ട് തന്നെ അതൊക്കെ ചെയ്തിട്ടുണ്ട്. ക്ലിയർ ഇല്ല വീഡിയോ. അപ്പോൾ വേണമെങ്കിൽ നമുക്ക് ഒരെണ്ണം കൂടി ചെയ്യാം. എങ്ങനെ സെറ്റായിട്ട് ഒന്നും കൂടി ചെയ്ത് നോക്കാം. കുതിരാൻ ടണൽ വഴി നമുക്കൊരു വീഡിയോ എടുത്ത് നോക്കിയാലോ എന്നൊക്കെ ആലോചിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ നമ്മുടെ വീഡിയോ കാണുക. അപ്പോൾ തൃശ്ശൂർ, കൊച്ചി നേരെ സ്ട്രൈറ്റ്, കീപ് ഇറ്റ് ഓൺ ദ ലെഫ്റ്റ് ലൈൻ. ദ ഹെവി ബൈക്കുകൾ അവരെഴുതിയതാണ് കേട്ടോ, അത് വായിച്ചാണ്. അപ്പോൾ അതാണ് ഇവിടെയൊക്കെ നമ്മൾ ഹെവി വെഹിക്കിൾസൊക്കെ അതേപോലെയുള്ള ഹെവി വണ്ടികളൊക്കെ വരികയാണെങ്കിലൊക്കെ നമ്മൾ ലെഫ്റ്റ് സൈഡ് വെച്ചിട്ട് ഓടിക്കണം എന്നാണ് കേരളത്തിലെ നിയമങ്ങൾ. അപ്പോൾ നമ്മളൊക്കെ വലിയ വണ്ടിയിലൊക്കെ ഓടുന്ന സമയത്ത് ഇപ്പോൾ നമ്മൾ കുറച്ച് ദിവസം ഒരു 2 മാസമായിട്ടുള്ള എന്നൊക്കെ ഇറങ്ങിയിട്ട് ഇതിലൊന്നും അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. നമ്മളങ്ങനെ പോവും എന്നൊക്കെ നമ്മൾ വിചാരിക്കുന്നത്. അങ്ങനെയൊക്കെ നമ്മുടെ കാര്യങ്ങൾ. അപ്പോൾ നമ്മൾ വന്ന് നമ്മളിപ്പോൾ കുതിരാൻ ടണലെത്തിയതാണ്. ഇതാണ് നമ്മുടെ കുതിരാൻ ടണൽ. ആ ടണലിലുള്ള കൂടെയുള്ള യാത്രയാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. നമ്മളിപ്പോൾ കുതിരാൻ ടണലിലുള്ള കാണാം വണ്ടികളൊക്കെ എക്സ്പ്രസ് ലോഡ് പോലെ പോകുന്നത് കേട്ടോ. അപ്പോൾ ഇതൊക്കെ എക്സ്പ്രസ് ലോഡും കാര്യങ്ങളൊക്കെ ആയിരിക്കും. അപ്പോൾ അതുകൊണ്ടൊക്കെ ആയിരിക്കും കുതിരാൻ ടണൽ വഴിയൊക്കെ പോകുന്ന വണ്ടികളൊക്കെ കൂടുതലും എക്സ്പ്രസ്സായിട്ട് ഓടുന്നത്. കാരണം എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിൽ കൂടെ നമുക്ക് 3 ലൈനാണ് കിടക്കുന്നത് കേട്ടോ. 3 ലൈൻ. നമ്മൾ നേരത്തെ നമ്മൾ വീടെടുത്ത വണ്ടി അതാ പോകണം കേട്ടോ. പഴയന്നൂർ, തൃശ്ശൂർ പഴയന്നൂർ, പട്ടിക്കാട് വഴിയൊക്കെ പോണ വണ്ടിയാണത്. പട്ടിക്കാട് അങ്ങനെയൊക്കെ പോണ വണ്ടിയാണ്. ഇവരൊക്കെയാണ് പറന്ന് പോയി. അപ്പോൾ നമ്മൾ മാത്രം വീഡിയോ എടുക്കാൻ വേണ്ടി നമ്മൾ വണ്ടി സ്ലോ ആക്കി മെല്ലെ പോകണം. കാരണം നമ്മളൊരു 47 സ്പീഡ് ഉണ്ടാവാം. ഒരു 47 അത്രയൊക്കെ തന്നെ ഉള്ളൂ നമ്മുടെ വണ്ടിക്ക് സ്പീഡ്. അപ്പോൾ നമ്മളങ്ങനെ മെല്ലെ പോയി കുതിരാൻ ടണലൊക്കെ ഒന്ന് കണ്ട് സെറ്റാക്കി നമ്മളൊക്കെ നമ്മുടെ വീഡിയോ ഒക്കെ കാണണമെന്ന് പ്രതീക്ഷിക്കണം. അപ്പോൾ റിസ്ക് എടുത്തിട്ട് ചെയ്യണം. കാരണം ഫോൺ വെച്ചിട്ട് ഈ ഫോണ് വൈബ്രേഷൻ വരിക, നമ്മൾ പിടുത്തം കാര്യങ്ങളൊന്നും ക്ലിയർ ആകാതെ കുറേയൊക്കെ ബുദ്ധിമുട്ടൊക്കെ ആണ്. എന്നാലും നമ്മളെ
വീഡിയോ എടുക്കാൻ ബുദ്ധിമുട്ടേ, ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം അപ്പോൾ നമുക്ക് കഴിഞ്ഞാൽ നമ്മുടെ ഇതിൽ കുതിരാന്തറയിൽ ലാസ്റ്റാണ്, എൻഡാണ്. അപ്പോൾ കുതിരാന്തറയിൽ എൻഡായി. അപ്പോൾ CCTV നിരീക്ഷണത്തിലാണ്. നോ ഹംസിങ് സംസ് റൈറ്റ്. അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ. അപ്പോൾ അങ്ങനെയൊക്കെ നമ്മളങ്ങനെ ഇവിടെ നിന്ന് വിട്ടു. ഇനി നമ്മളിങ്ങനെ പോണത് അടുത്ത സ്റ്റോപ്പ് നമുക്ക് വന്നിട്ട് ചുമന്ന മണ്ണാണ്. ചുമന്ന മണ്ണ് മേൽപ്പാലം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ, അതാണ് ചുമന്ന മണ്ണ്. അപ്പോൾ ന്യൂസിലൊക്കെ ഉണ്ടല്ലോ മുകളിൽ നിന്ന് കനാലിൻ്റെ മുകളിൽ നിന്നിട്ട് കുറേ വീഡിയോസൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, എല്ലാവരും കണ്ടിട്ടുണ്ടാവും. കൂടുതലും അതൊക്കെ കണ്ട പോലെ പ്രതീക്ഷിക്കണം. അതാണ് ഇനിയിപ്പോൾ അടുത്ത് നമുക്ക് അങ്ങനെയാണ് ചുമന്ന മണ്ണ് അടുത്ത സ്റ്റോപ്പ്. അപ്പോൾ നമ്മൾ ആ വഴിക്കൊക്കെ യാത്ര ചെയ്ത് അങ്ങനെ പോകും. കൊച്ചി 88 കിലോമീറ്റർ. കൊച്ചിൻ 88 കിലോമീറ്റർ. നമുക്ക് കുതിരാനിൽ ഇവിടുന്ന് കൊച്ചിക്ക് 88 കിലോമീറ്ററാണ് ഇങ്ങനെ. അപ്പോൾ 88 കിലോമീറ്റർ നമുക്ക് ഇവിടുന്ന് വരണം, ഇവിടുന്ന് അങ്ങോട്ട് പോകണം. നമ്മുടെ ഫോണ് ഭയങ്കര വൈബ്രേഷൻ കാരണം നമ്മുടെ വീഡിയോസ് എടുക്കുന്നതൊക്കെ നമുക്ക് ലാഗാണ്. അതാണ് ഇപ്പോൾ പ്രശ്നം. അപ്പോൾ നമുക്ക് ഇതിനൊക്കെ നമുക്കൊരു ഫോൺ വഴി കാണണം. കാരണം ലെക്കിംഗ് ഒന്നും വരാത്ത രീതിയിലുള്ളൊരു ക്യാമറ അല്ലെങ്കിൽ ഫോണോ കയ്യിൽ വേണം. അതാണ് നമുക്കിത് വീഡിയോ എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ പല ഭാഗങ്ങളും പോയിട്ട് നമ്മൾ വീഡിയോ എടുക്കുന്നതാണ് അല്ല. അപ്പം അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറയുന്നത്. എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സബ്സ്ക്രൈബ് ആൻഡ് ലൈക്ക് ആൻഡ് ഷെയർ. അപ്പോൾ ഞാൻ വീഡിയോ ഇവിടെ വെച്ചിട്ട് അവസാനിപ്പിക്കാം. നമുക്ക് അടുത്ത വീഡിയോയുമായിട്ട് അടുത്ത ദിവസം നമുക്ക് കാണാം. അപ്പോൾ എല്ലാവർക്കും ഓക്കെ, ബൈ, സീ യു. ടൗണാണ് ചാലക്കുടി. Show me the show or the